ഇനി ഇവനാണ് രാജ്യത്തിന്റെ അവകാശി, അടുത്ത പ്രജാപതി. ഭാവി പ്രജാപതി അനക സൂര്യകുമാരൻ വാഴ്ത്തുക. ഭാവി പ്രജാപതി അനക സൂര്യകുമാരൻ ജയിക്കട്ടെ. ഭാവി പ്രജാപതി അനക സൂര്യകുമാരൻ ജയിക്കട്ടെ. സുൽത്താൻ ബഹാദൂർ അക്രം ഖാൻ കൊടുത്തയച്ചു. വിജയലഹരിയിൽ വാക്ക് മറന്നു പോകണ്ട. കുഞ്ഞിനെ മിർസ കൊണ്ടുപോകും. നാമുമായി ശരീരം കൊണ്ട് സന്ധിച്ച ശേഷം തിരികെ നൽകും. എതിർത്താൽ മിർസയുടെ കയ്യിൽ വിഷമൊളിപ്പിച്ച സൂചിബാണം കുഞ്ഞിന്റെ ഉയിരെടുക്കും. കുഞ്ഞിനെ മിർസയെ ഏൽപ്പിച്ച് എത്രയും വേഗം വാക്ക് പറഞ്ഞ പ്രകാരം കൊട്ടാരത്തിലെത്തുക. അങ്ങനെ മഹാപീഠത്തിന്റെ കുമാരി മായാമുഖി ലോധി സുൽത്താൻ ബഹാദൂർ അക്രം ഖാന്റേതാകുന്നു. കരുണാമയനായ സർവലോക രക്ഷിതാവേ, നിനക്കാകുന്നു സർവസ്തുതിയും. നിനക്കെന്താണ് ഒരു സന്തോഷമില്ലാത്തത്? ഇനി നമ്മുടെ സാമ്രാജ്യം നിന്റേത് കൂടിയാണ്. വരൂ, നമ്മുടെ കരവലയത്തിലേക്ക് വരൂ. വരൂ, നമ്മുടെ ശരീരത്തിലേക്ക് വരൂ. എന്താണ് ഇടങ്ങയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഉണ്ട്. ഒരു യോദ്ധാവിന് മറുഭാഗത്ത് നിൽക്കുന്നവരുടെ ചെറു ചലനങ്ങൾ വരെ മനസ്സിലാകും. എന്താണ് കയ്യിൽ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇത് കയോഗം എന്ന കൊടും വിഷമുള്ള കായല്ലേ? ആദ്യം ബോധം നഷ്ടപ്പെടുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്യുന്ന കൊടും വിഷം. ഇതെന്തിനാണ് നിനക്ക്? എന്നെ കൊല്ലാനാണോ? എന്നെ കൊല്ലാനാണോ? ഇത് അങ്ങേക്കുള്ളതല്ല, എനിക്കുള്ളതാണ്. നിനക്കെന്തിനാണ്? ബാക്കിന് വിലയുള്ള പെണ്ണുവൃത്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്റെ പ്രതികാരം വീടാൻ സഹായിച്ചതിന്, വാക്ക് പറഞ്ഞതിന് പ്രകാരം ഞാൻ ഇന്ന് അങ്ങയുടെ അറയിൽ വന്നു. പക്ഷെ അങ്ങനെ തൊടുന്ന നിമിഷം ഞാനിത് കഴിക്കും. എന്തിന്? ബോധമില്ലാത്ത എന്റെ ജഡസമാനമായ ശരീരത്തിൽ അങ്ങേക്ക് എന്തുമാവാം. അങ്ങനെടുത്ത് സ്പർശിച്ചാൽ പിന്നെ ഒരു നിമിഷം ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാണ് ഈ വിഷം. നോക്കൂ മായാമുഖി, ഈ ഭാരതവർഷത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാളാണ് നാം. ഒരായുസ് കൊണ്ട് കണ്ടുതീരാൻ കഴിയാത്തത്ര പ്രവിശാലമായ ഭൂമിക്കുടയവൻ. ഇത്രയും സമ്പത്തും പ്രതാപവും നൽകാമെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ശരീരത്തോട് അടുക്കാൻ നീ മടിക്കുന്നതെന്തെന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അത് അങ്ങ് ഭാരതത്തിൽ ആത്മാഭിമാനമുള്ള സ്ത്രീകളെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തോന്നുന്നതാണ്. പണവരവും മരണഭയവും കൊണ്ട് മടിക്കു തഴിച്ചു പോകുന്ന പാവം പെണ്ണുങ്ങളെ മാത്രം കണ്ട് ശീലിച്ചതിൻ്റെതാണ്. മായാമുഖി, അക്കുറത്തെ പെടുത്താൻ എനിക്ക് കഴിയില്ല. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല മായാമുഖി. പക്ഷേ എനിക്ക് എന്നെ നന്നായി മനസ്സിലാവും. ഉടല് പങ്കിട്ട പ്രിയപ്പെട്ടവനെ കൊന്നവരോട് പകരം വീട്ടാൻ ഉടലുകൊണ്ട് കരാറൊപ്പിട്ട പെണ്ണാണ് ഞാൻ. ഇതാ നിൽക്കുന്നു മായാമുഖിയുടെ ഉടൽ. അത് മാത്രമേ അങ്ങേക്ക് ലഭിക്കൂ. അവളുടെ മനസ്സോ സമ്മതമോ അങ്ങേക്ക് ലഭിക്കില്ല.
ഇനി താമസം എന്തിന്? ചാകാൻ അനുവദിക്കില്ല. വിടാനല്ലേ പറഞ്ഞത്? അല്പം മുമ്പ് വരെ നിന്റെ ശരീരം കൊതിച്ച് ആർത്തിയോടെ നിന്ന കാമാതുരനായ സുൽത്താനായിട്ടല്ല ഇപ്പൊ നാം നിന്റെ കൈപിടിച്ചിട്ടുള്ളത്. പെണ്ണെന്ന വാക്കിന്റെ അന്തസ്സും ആഴവും നമ്മെ പഠിപ്പിച്ച നീ മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ്. ഒരുപാട് പെൺകുട്ടികളെ നമ്മുടെ കാമനകൾക്ക് പാത്രമാക്കിയിട്ടുണ്ട്. പക്ഷെ ഭാരതത്തിലെ പെണ്ണെന്താണെന്ന് നമ്മെ പഠിപ്പിക്കാൻ ഒരു മായാമുഖി വേണ്ടി വന്നു. നിമിഷ നേരം കൊണ്ട് ഒരുത്തിനെ ആപാത ചൂടം മാറ്റിയെടുക്കാൻ എന്ത് ഇന്ദ്രജാലമാണ് മായാമുഖി നീ കാട്ടിയത്? എന്റെ അനകനോടും അവന്റെ ഓർമ്മകളോടുമുള്ള കളങ്കമില്ലാത്ത പ്രണയം. നിന്നെ നാമിതാ സ്വതന്ത്രയാക്കും. നിനക്ക് മഹാപീഠത്തിൽ ചെന്ന് നിന്റെ കുഞ്ഞിനെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ച് മഹാപീഠത്തിന്റെ റാണിയായി ഭരിക്കാം. നിന്റെ ചങ്കുറ്റത്തിന് മുൻപിൽ യഥാർത്ഥ ഭാരത സ്ത്രീയുടെ തീത്തിളക്കമാർന്ന ആത്മാഭിമാന ബോധത്തിനു മുൻപിൽ നാമിതാ മുട്ടുകുത്തി അഭിവാദ്യം ചെയ്യും. നമ്മളാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഉടവാൾ ഒരു ഉടപ്പിറപ്പിനെന്നോണം നിനക്ക് നാം ഇതാ സമ്മാനിക്കുന്നു. ഇത് മായാമുഖിയുടെ രണ്ടാം ജീവിതമാണ്. അനകൻ ഉൾപ്പെടെ കൊടിയ ജാതി വരെ കൊണ്ട് ജീവിതം കഴിഞ്ഞുപോയ എല്ലാ കാലത്തെയും രക്തസാക്ഷികൾക്കുമായി ഇനിയുള്ള കാലം ഞാൻ മഹാപീഠം ഭരിക്കും. കാലമേ നന്ദി. ഇനി ഈ ഉള്ളവളുടെ ഊഴം